ആശിച്ച് മോഹിച്ചൊരു എയർ ഡോപ്സ് മേടിച്ചു തരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് അതിനുണ്ടായിരുന്ന ചാർജിൽ മാത്രമേ ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് ചാർജ് ചെയ്യുമ്പോൾ ഒരെണ്ണം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എന്താ ഏതാണെന്ന് അറിയാൻ മേലാതെ നമുക്കിത് ഉപയോഗിച്ച് പരിചയമില്ലല്ലോ. അങ്ങനെ ഉപയോഗിച്ചിരുന്നവരോടൊക്കെ ചോദിച്ചു, അവർക്കും ഒരു ഐഡിയ ഇല്ല. അങ്ങനെ അവസാനം ഞങ്ങൾ കണ്ടുപിടിച്ചു അതിൻ്റെ ഈ 3 പോയിന്റ് കണ്ടോ, അതിൽ 3 ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചാർജ് ആവുന്നില്ലെന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അതിന് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെ അത് നമ്മൾ കംപ്ലയിൻ്റ് ഒക്കെ രജിസ്റ്റർ ചെയ്ത് അത് പിക്കപ്പ് ചെയ്ത് അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതാ തിരിച്ച് അത് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ പഴയത് തന്നെ റിപ്പയർ ചെയ്ത് വന്നതാണോ അതോ പുതിയതാണോ എന്നുള്ളതിൻ്റെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു ഞങ്ങൾക്ക്. എന്തായാലും നമുക്ക് പുതിയ പീസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബോട്ടിൻ്റെ ഉൽപ്പന്നങ്ങളൊക്കെ മേടിക്കുമ്പം ഇങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് അവർ ഭയങ്കര പക്കായിട്ട് പറഞ്ഞ സമയത്ത് പറഞ്ഞ നേരത്ത് നല്ല പുതിയ സാധനം തന്നെ നമുക്ക് തിരിച്ച് ഡെലിവർ ആയിട്ടുണ്ട്. പെട്രോൾ അടിക്കാൻ പോയ ആൾ വന്നിട്ടുണ്ട്. വാടി, അവള് വരുന്നില്ല. 8 മണിയായി ചേട്ടാ. ഇനി എപ്പോഴാ പോയിട്ട് വന്നിട്ട് ചേച്ചിയുടെ അടുത്തും പോയിട്ട് വരിക? ചേച്ചിയുടെ അടുത്ത് ആദ്യം പോവാം. ജാദന്റെ അച്ഛനും കൂടി ATM-ൽ പോവാം. അവിടെ പാവി തുള്ളിക്കളിച്ച് പോകണം. തുള്ളിക്കളിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാം. അതിന് മുന്നേ ചേച്ചിയുടെ അടുത്തൊന്ന് പോകണം. കുറച്ച് പരിപാടികൾ വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കത്തില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് സൗകര്യമുള്ള പോലെ അങ്ങ് എടുത്തു. നന്നായി. എന്നായാലും ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്. പുതിയ വീടാണ്, പണിതുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ തൽക്കാലത്തേക്ക് നമ്മളതിനകത്ത് ഒരു 2 റൂം എടുത്ത് അതിലേക്ക് അച്ഛയമ്മയും കൂടി താമസം മാറിയിട്ടുണ്ട്. കാരണം ഇവിടെ നിന്നില്ലെങ്കിൽ ശരിയാവത്തില്ല, അതുകൊണ്ട്. അതാ ഇവിടെ വരെ വീടുള്ളതാണ്. ആകെ 2 റൂം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കി കുറേശ്ശെ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ മുറ്റത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ മുതൽ നമുക്ക് വീടുണ്ട്. കണ്ടില്ല, ഇവിടെയൊക്കെ പണിയാനുള്ളതാണ്. കാണിച്ചു തരാവേ. ഇത് ആക്ച്വലി വർക്ക് ഏരിയൻ്റെ ഭാഗമാണ്. നമ്മുടെ പ്ലാനിൽ വർക്ക് ഏരിയ ആണ്. ഇവിടെ വരെയാണ് വീട് വരുന്നത്. ഇപ്പം തൽക്കാലം കിച്ചൺ ഇങ്ങോട്ടേക്ക് ഒരു ചെറിയ ഷെഡ് പോലെ ചെയ്തേക്കാണ്. പിന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഇട്ടു. പായസോ? അതൊരു വല്ലാത്ത തോന്നലാണല്ലോ. എന്നാ പായസം അത്? പരിപ്പോ? എനിക്ക് കുഴപ്പമില്ല, കഴിക്കണ്ട. കഴിക്കുവോ പരിപ്പ് പായസം? വേണോ? വേണോ? ആരുടെ? അത് ചിലപ്പോ വിശ്വസിക്കൂ. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് പോയ വീഡിയോ ഇട്ടായിരുന്നു, കണ്ടായിരുന്നോ? അതിനെ കാണാത്തെ? അമ്പലത്തിലോ? ഏത് സ്ഥലമാണ് ഭഗവാനെ? ഞങ്ങള് മാത്രം അവിടെ പോയി. അത് അമ്പലമൊന്നുമല്ല, ഇല്ലിക്കക്കല്ലാണോ? എന്റെ ഈശ്വര, അച്ഛ എന്റെ മേലേന്ന് ഇറങ്ങിയില്ലേ? ഇന്നലെ വന്നപ്പോഴും ഇല്ലിക്കക്കല്ലിന്റെ കാര്യം ചോദിച്ചോ. അതെയാ? എങ്ങനെയുണ്ട്? നല്ല സ്ഥലമാണോ? തങ്കു പായസം. വാവ്, ഞാൻ എടുക്കണം. വാ കയറി വാ. മുറുക്ക പിടിക്കണം കേട്ടോ. കൊള്ളാവോ? നീ പരിപ്പ് പായസം കുടിക്കില്ലല്ലോ എന്ന് മുതലേ? നീ കടയല്ലേ ഇറങ്ങ്. രസമുണ്ടോ? രസമുണ്ടാ? അച്ഛമ്മ ഉണ്ടാക്കിയതാ. അച്ഛമ്മയോട് വളരെ രസമുണ്ടെന്ന് കേട്ടാ. അച്ഛൻ ഇന്നലത്തെ വീഡിയോ ഉണ്ടോ? അതിനെ കാണാത്തെ? പളനിക്കോ? ഇന്നലത്തെ ആണോ? അതാ അശ്വതി ഇല്ലേ കല്യാണത്തിന് വന്നേ? അവള് ബൈക്കിൽ നിന്ന് വീണിട്ട് മുട്ടിടിച്ച് ചതഞ്ഞ് നാശമായിട്ടിരിക്കുക. അപ്പൊ അവളെ കാണാൻ വേണ്ടി പോയി ഇന്നലെ. അടുത്ത മാസം ഒന്ന് പറഞ്ഞു പോയി നമുക്ക്. ഈ മാസം ലാസ്റ്റ് ആയിട്ട് ബസ്സിന് പോവാ. പൈസ ഒന്നും ഇല്ല. ഇവിടം ഒരു റൂമാണ്.
അതുപോലെ അതിൻ്റെ പുറകിൽ ഒരു റൂം, 2 റൂം ഒരേ സൈഡിൽ, രണ്ടിനകത്തും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഒരു റൂം ഓൾറെഡി ചെയ്തു, അതിനൊരു ബാത്റൂമും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം വരും വിത്ത് ബാത്റൂം വരും. പിന്നെ ഈ ഭാഗം എന്ന് പറയുന്നത് ഇവിടെ മുതൽ അങ്ങേയറ്റം വരെ നമുക്ക് ഓപ്പൺ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇടപ്പിത്തികൾ മാത്രം ഇങ്ങനെ ഫിനിഷ് ചെയ്യാതെ ഹാഫായിട്ട് കൊടുത്തിട്ട് ഒരു ഓപ്പൺ കിച്ചൺ ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിൽ തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഭാഗം ഹാളും അതുപോലെ തന്നെ ആ ബൈക്ക് ഇരിക്കുന്ന ഭാഗം ഒരു ഡൈനിങ് ഏരിയയും വരും. അതിൻ്റെ പിന്നീടുള്ളത് കിച്ചണായിട്ടും വരും. അപ്പോൾ ഇപ്പോൾ കിച്ചൻ്റെ ഭാഗം, വർക്ക് ഏരിയൻ്റെ ഭാഗം ഒരു ബെഡ്റൂം, ഒരു ബാത്റൂം കാര്യങ്ങളെല്ലാം, പിന്നെ ബാക്കിൽ ഒരു ബാത്റൂമും ഒരു ടോയ്ലറ്റും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ഇവിടേക്ക് സിറ്റ് ഔട്ട് വരും, അത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് സ്വർഗം. കടമൊന്നും മേടിക്കാതെ വലിയ ലോണും ബാധ്യതകളൊന്നും വരാതെ സിമ്പിളായിട്ട് ചെയ്തെടുക്കണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഘട്ടമായിട്ട് ഉള്ളതനുസരിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കി പണിയും ഫിനിഷ് ചെയ്യാൻ പറ്റണം എന്നാണ് ഞങ്ങളുടെ ഒരു വിഷ്. അങ്ങനെ തന്നെ നടക്കട്ടെ അല്ലേ. കൊള്ളാമോ കുഞ്ഞത്? പുളിയുണ്ടോ? ആ കല്ലൊക്കെ പെറുക്കി കഴിയുമ്പോ ഞാനോ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഹെൽമെറ്റ് വെക്കിടീന്ന്. പകലല്ലേ പൂരം? പകലല്ലേ? കിടന്നു പറഞ്ഞിട്ട് ഉറങ്ങിയിട്ടില്ലേ? ചാർച്ചണാ? ഉറങ്ങിയില്ലേ? ഇത് തരാൻ വേണ്ടി ഇരുന്നോ? എന്താ സംഭവം കാണിച്ചു തരാം. കുട്ടിയായത് അടിപൊളിയായ കുട്ടി. സൂപ്പറായിട്ടല്ലോ. അയ്യോടി കുഞ്ഞിതേ, അതിന് പേടിയാ. അയ്യോ, വാലും ചുരുട്ടി ഓടിയത്. വാടാ, അമ്മമ്മനെ കാണിച്ചെടുക്കും മുടി വെട്ടിയത്. ഭയങ്കര നാണമാണ്. നാണം മാത്രല്ല, എന്റെ വണ്ടി കയറിയരുത്, ഇറങ്ങടി, ഒച്ച വെക്കരുത്. പപ്പ എണീക്കും. പപ്പ എണീറ്റാ പിന്നെ ഇവിടെ കോപമായിരിക്കും. കണ്ടിട്ടില്ല എന്നാണ് വിചാരം. 1ഉം 2ഉം അത്ര സംഭവം. അതിന്റെ തലേദിവസമാണ് ഞാൻ മാറ്റിയിട്ടത്. ഞാനിങ്ങനെ വായും പൊളിച്ചിരുന്നേ, കാരണം ഞാനിതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളു അവിടെ. ഇവളെങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും? പാസ്വേഡ് മാറ്റിയപ്പോ ഇവള് രണ്ടും കൽപ്പിച്ച് കുത്തി നോക്കിക്കാണോ, അപ്പൊ തുറന്നു കാണും. അപ്പൊ അവൻ വന്നിട്ട് എന്നോടാ ചോദിക്കുന്നേ, ഇവൻ ചോദിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ചോദിച്ചപ്പോ ഇവിടെ ഇയാള് താഴത്ത് നിലത്തിരുന്നോണ്ട് വിളിച്ച് പറഞ്ഞു കൊടുക്കാം 1ഉം 2ഉം. അപ്പൊ ഞാൻ ഇങ്ങനെ ആകെ അന്താളിച്ചു പോയി. ആ സമയത്ത് അവൻ ഞെക്കി നോക്കിയപ്പോ കറക്റ്റ് ആയിട്ട് തുറന്നു. നേരെ നിന്നിരുന്ന സിഗ്നലാ. ആരോ ഇടിച്ച് പൊളിച്ച് നിർത്തിയിട്ടുണ്ട്. എന്താ പൊന്നെ, വിശക്കുന്നുണ്ടോ? അടച്ചിട്ടിട്ടാ പോയത്. വിശക്കുന്നുണ്ട്, ഫുഡ് കൊടുക്കട്ടെ. എടാ തള്ളി തുറക്കല്ലേടാ തണ്ടി. അവിടെ നീങ്ങിക്ക്, മുകിൽ തരാമ്മ. അങ്ങോട്ട് കയറി, അങ്ങോട്ട് കയറി. ഇറങ്ങല്ലേ. കഴിച്ചോളൂ കേട്ടോ. സമയം 12:30 ആയിട്ടുണ്ട്. ഞാൻ അവളുടെ കൂടെ പോയി കിടന്ന് ഉറങ്ങിയില്ല. ചേട്ടായിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. അവൻ ഭയങ്കരമായിട്ട് കിടന്ന് ചുമയ്ക്കുക. സാധാരണ സിട്രോസിനൊക്കെ കഴിച്ചിട്ടാണ് ഒന്ന് പിടിച്ചു നിൽക്കുന്നത്. ഇന്നലെ ആശുപത്രി എടുത്ത് ചെന്നപ്പം അശ്വതി ചേട്ടായിയൊക്കെ പറഞ്ഞു സിട്രസിലൊന്നും അധികം കഴിക്കാൻ പാടില്ല, ദോഷമാണ്, ഡോക്ടറെ കാണിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നത് സിട്രസിന് കഴിച്ചിട്ടില്ല. ഭയങ്കര ചുമയ്ക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു കുറച്ച് ചൂട് കാപ്പി ഇട്ട് കൊടുക്കാം, ആശ്വാസം ഉണ്ടാവും എന്ന് വിചാരിച്ചു.
എന്തേ എന്തേ ചുമക്കുന്നേ? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇതിങ്ങനെ 10 രൂപയ്ക്ക് ഇങ്ങനെ മേടിച്ച് തിന്നോണ്ട് നിന്നിട്ടുണ്ട്. എന്താ നിന്റെ ഉദ്ദേശം? ആര്? മധുരമില്ലല്ലോ. എനിക്കിത് പോരാ. അങ്ങനെയുണ്ട്.